നമസ്കാരം. ഇന്ന് ഒരു പ്രബന്ധ കലാകാരിയാണ് നമ്മളോടൊപ്പം ഈ അഭിമുഖത്തിന് ഒത്തുചേർന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. ക്രൈസ്റ്റിൻ്റെ സ്വന്തം സാന്ദ്ര പിഷാരടി. സാന്ദ്ര ചേച്ചി, സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് കിടക്കട്ടെ. ഇരിങ്ങാലക്കുടയുടെ ഹൃദയമായ താങ്കളുടെ ഗുരുനാഥ മാമിൻ്റെ കീഴിൽ ശിഷ്യം, അതായത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നാട്യം അഭ്യസിച്ചതിൻ്റെ ആ ഒരു അനുഭവത്തിനെ പറ്റി 2 വാക്ക് ഞങ്ങളോട് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് വളർന്ന് ഇവിടുത്തെ കലകളെ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇരിങ്ങാലക്കുട എന്നുള്ളത് കലകളുടെ ഒരു കേന്ദ്രമാണ്. കൂത്തും കൂടിയാട്ടവും മോഹിനിയാട്ടവും കഥകളിയും എല്ലാം ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, എൻ്റെ ഗുരു നിർമ്മല പണിക്കർ ടീച്ചറുടെ അടുത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 5-5.5 വയസ്സാണെന്ന് എൻ്റെ തോന്നുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ടീച്ചറുടെ അടുത്ത് മോഹിനിയാട്ടം അഭ്യസിച്ച് തുടങ്ങുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടീച്ചറുടെ കളരി എന്ന് പറയുന്നത് ഒരു ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഒരു കളരിയാണ്. ഒരു ക്ലാസ് റൂം ടീച്ചിങ് പോലെയല്ല. ടീച്ചറുടെ കൂടെ നിന്ന്, അതായത് മാക്സിമം സമയം ചെലവഴിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ടീച്ചറുടേത്. അപ്പം അത്തരത്തിലൂടെ ഒരു ട്രെയിനിങ് ലഭിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. എന്താ വെച്ചാൽ ഇന്ന് ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷൻ ആണെങ്കിൽ കൂടെ ഇത്തരത്തിലുള്ളൊരു കളരി സമ്പ്രദായം അല്ലെങ്കിൽ കളരിയിൽ പഠിപ്പിക്കുന്ന രീതി വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് നമുക്ക് ഡാൻസോ അല്ലെങ്കിൽ ഏത് കലയായാലും അതിൻ്റെ സത്തും മൂല്യത്തോടും കൂടി എത്തിക്കാനായിട്ട് ഇത്തിരി ഒരു ചലഞ്ചിങ് ആണ്, ഒരു ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും നേരിടുന്നതാണ്. അതിനെപ്പറ്റി എന്താണ്? ഇന്ന് എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ, അതായത് നമ്മളെല്ലാവരും പെടുന്ന ജനറേഷൻ തന്നെ ഫേസ് ചെയ്യുന്ന വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ് പലപ്പോഴും. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, അതിനുള്ളൊരു സാഹചര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. പിന്നെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. ഇപ്പം കലകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതുകൂടെ കിട്ടുന്നില്ല. അതായത് മറ്റുള്ള പലതിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത്തരത്തിൽ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട കലകളിലേക്ക് ഇറങ്ങി വരാൻ കുട്ടികൾക്കുള്ള ഒരു മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് പോവേണ്ടത്. അതൊന്നാമത്തെ ഒരു പ്രശ്നം. ഇനി കുട്ടികൾ ഇതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും അവരതിൽ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇപ്പം പലപ്പോഴും നല്ല കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ പഠിക്കുന്നു, പോകുന്നു, അതായത് ഒരു ഐറ്റം പഠിക്കുന്നു, ചെയ്യുന്നു, അവരുടെ ആ ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ +2 അത് കഴിഞ്ഞാൽ അത് നിർത്തുകയാണ്. അതൊരു പ്രൊഫഷനാക്കി വളരെ ചുരുക്കം പേരെ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ കോളേജുകളിലോ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലോ കുറച്ചുകൂടെ കുട്ടികളെ കലകളിലേക്ക് കൊണ്ടുവരണം. അപ്പം എനിക്ക് തോന്നുന്നു അത് പിന്നീടും അവർക്ക് നല്ലതാണ്. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കല അഭ്യസിക്കാനും അല്ലെങ്കിൽ അത് കാണാനും എപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു ഐറ്റം പഠിച്ച് അതപ്പം തന്നെ പിന്നെ അതിനെ വിട്ടു. ഡാൻസ് പിന്നെ അത് ഫുള്ളി കണ്ടിന്യൂ ചെയ്യുന്നില്ല. അവസാനത്തെ ഒരു ചോദ്യം, ഇപ്പോൾ ക്രൈസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒരു വിദ്യാർത്ഥിയായിട്ടല്ല, പക്ഷെ വളരെ വലിയൊരു കലാകാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രംഗകല അവിടെ കണ്ടു, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? അതെ, എനിക്കും ഈ പറഞ്ഞ, ഞാൻ ഇരിങ്ങാലക്കുടക്കാരി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു കലാലയം ജീവിതം കിട്ടിയത് എനിക്ക് ഈ ക്രൈസ്റ്റിൽ നിന്നാണ്. പിന്നെ ക്രൈസ്റ്റിലും കലകളെ ഞാൻ പഠിക്കുന്ന സമയത്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോളേജിലും പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂൾ തലത്തിലും അല്ലെങ്കിൽ കോളേജ് തലത്തിലും എനിക്ക് ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രംഗകലാ കോൺഫറൻസ് എന്ന് പറയുന്നത് വലിയ കഥകളി ക്ലബിൻ്റെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോൺഫറൻസ് വളരെ ഗൗരവത്തോടു കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു കോൺഫറൻസാണ്. എന്ന് വെച്ചാൽ ഒരു മോഹിനിയാട്ട കലാകാരി എന്ന നിലയിൽ ഇന്നത്തെ ദിവസം മോഹിനിയാട്ടത്തിൻ്റെതാണ്. ഇപ്പോൾ ഇന്ന് മോഹിനിയാട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും
സീനിയറായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാർ, ക്ഷേമ ടീച്ചറും, ക്ഷേമാവതി ടീച്ചർ, പത്മശ്രീ ക്ഷേമ ടീച്ചർ, പിന്നെ സുഗന്ധി ടീച്ചർ, നിർമ്മല ടീച്ചർ, പിന്നെ ഇന്നത്തെ സീനിയർ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള നീന ടീച്ചർ, മേതൽ ദേവിക ടീച്ചർ, ഇവരെ എല്ലാവരെയും കണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളുടെ മാതൃകയാണ് ഇവരൊക്കെ. അപ്പം അത്തരത്തിൽ എനിക്കായാലും ഇതിൽ വന്ന് കാണാനും ഇതൊരു വലിയൊരു അവസരമാണ്. അതായത് പലപ്പോഴും പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ ഇത്തരത്തിൽ ഒരുമിച്ച് എല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഇപ്പോൾ ഒരു അടുത്തുള്ളൊരു ഓർമ്മയിലൊന്നും ഇത്തരത്തിൽ ഇത്രയും വലിയ കലാകാരന്മാരെ ഒരുമിച്ച് കിട്ടിയിട്ടില്ല നമ്മൾക്ക്. പക്ഷേ അത് എനിക്കത് ഒരു എന്താ പറയുക, വലിയൊരു ലക്കാണ് ഇവിടെ വന്നത് കാണാൻ സാധിച്ചതിലും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കുറേ കൂടെ സൗകര്യം ഉണ്ടായി ഇവിടെ ഇരിഞ്ഞാലക്കുട ആയതുകൊണ്ട് മാക്സിമം ഇതിൽ പങ്കെടുക്കാനും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ പോപ്പുലറായിട്ട് കുറേ പേരിലേക്കും കൂടെ എത്തിച്ച് കുറച്ചും കൂടെ ഒരു നല്ലപോലെ ഒരു ജനപങ്കാളിത്തത്തിൽ വരണം. ഇനി കമ്മിങ് ഇയേഴ്സിലായാലും ഈ രംഗകലാ കോൺഫറൻസ് ഒരുപാട് എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ കഥാളി ക്ലബിന് ഈ പറഞ്ഞ പോലെ ഒരു നന്ദി കൂടെ ഞാൻ അറിയിക്കുകയാണ് ഇത്തരത്തിലൊരു കോൺഫറൻസ് സംഘടിപ്പിച്ചതിൽ. അതിൽ ക്രൈസ്റ്റ് കോളേജും ഹോസ്റ്റ് ചെയ്യാണല്ലോ. അപ്പോൾ അതും എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും മധുരമേറിയ വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.